ബോയ്സിന്റെ ഫിനാലെ കണ്ടു. മിസ്റ്റർ എറിക് ക്രിപ്കെ, താൻ എന്ത് തേങ്ങയാണോ ചെയ്തു വെച്ചേക്കുന്നത്? എനിക്കറിയാം ഇനി 7th എപ്പിസോഡ് വരെ ഞാൻ കണ്ടിരുന്നു. എനിക്കറിയാം 8th എപ്പിസോഡ് ഒന്നും നടക്കില്ലെന്ന്. പക്ഷെ എന്നാലും ഇത്ര എൻ്റെ ഫേവറേറ്റ് ഒരു സീരീസ് ആയിരുന്നു ഈ ബോയ്സ്. സൂപ്പർ ഹീറോ, ഞാൻ പറഞ്ഞേ സൂപ്പർ ഹീറോ സീരീസ് ഞാൻ സിനിമയും കണ്ടിട്ടുണ്ട്, സീരീസും കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും എനിക്ക് പേഴ്സണലി വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസ് എന്ന് പറയുന്ന സാധനമാണ് ബോയ്സ്. ആ ഒരു സാധനം ഇന്നലെ ഇങ്ങനെ കാണിച്ചു കൂട്ടിയായിരുന്നു. എടോ, എനിക്ക് പച്ച തെറി പറയാറുണ്ട്, ഞാൻ പറയുന്നില്ല. ഇതല്ല എൻ്റെ ബോയ്സ്. ഈ ബോയ്സിനല്ല ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ബോയ്സ് ഈസ് സംതിങ് എൽസ്. ഇറ്റ് വാസ് സംതിങ് എൽസ് മാൻ. ബോയ്സ് സീസൺ 3 കൊണ്ട് ഈ സാധനം തീർക്കണ്ടേന്ന് സത്യമായിട്ട് പറയാം. സീസൺ 3 തീർന്നത് പീക്ക് എന്ന് പറഞ്ഞാൽ ഗംഭീര സാധനമായിട്ട് അവർ ചെയ്തു വെച്ച സാധനമാണ്. സീസൺ 4 വന്നു. 4-നകത്ത് എടുത്തു പറയാൻ ഒന്നുമില്ല. എന്നാൽ പോലും കുറെ ഫില്ലർ എപ്പിസോഡ് വെച്ചാണെങ്കിൽ പോലും ബുച്ചറിന് സൂപ്പർ പവർ കിട്ടുന്ന എന്തേലും ആയിക്കോട്ടെ. ആ സീരീസ് കണ്ടപ്പോഴും എനിക്ക് തോന്നി, ഇത് 5th സീസണിലേക്കുള്ള ഫില്ലർ ആണെങ്കിൽ പോലും 5th സീസൺ ബിൽഡപ്പ് കൊടുത്താന്ന് ഞാൻ ഓർത്തെ. പക്ഷെ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റി. ഒരു ബിൽഡപ്പ് ഒരു തേങ്ങയില്ല. അണ്ണന് പരിപാടി ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ എന്തിന് ഇതുപോലത്തെ ഒരു സീസണ് റൂയിൻ ചെയ്ത് കളയില്ല. കാരണം ഇടയ്ക്ക് എന്ത് ഫാൻ ബേസ് ഉള്ള സീരീസ് ആയിരുന്നു അറിയാം ബോയ്സ്. തനിക്ക് ഈ ഇടയ്ക്ക് ഇയാൾ ഇരുന്ന് എന്തോ പറയുന്നത് ബഡ്ജറ്റ് കുറവാണ്. ബഡ്ജറ്റ് കുറവാണ് കാണിക്കുന്ന പരിപാടിയാണത്. ഒരു ബഡ്ജറ്റ് കുറവാണെങ്കിൽ ഒരു വർഷം കൂടെ വെയിറ്റ് ചെയ്യും, ബഡ്ജറ്റൊക്കെ ആയിട്ട് ചെയ്താൽ മതി. ഫാൻസ് വെയിറ്റിംഗ് ആണ്. ഹോംലാൻഡർ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അല്ലെങ്കിൽ സോൾജിയർ ബോയ്, ബുച്ചർ, ഇവർക്കൊക്കെ കൊടുത്താക്കുന്നൊരു എൻഡിങ് ഇടയ്ക്ക് എന്ത് തേങ്ങയാണോ കാണിച്ചില്ലാകുന്നത്. സീസൺ 5ന്റെ 7 എപ്പിസോഡ് വരെ കണ്ടു. എന്നിട്ട് എനിക്കറിയാം ഒരൊറ്റ എപ്പിസോഡ് 60 മിനിറ്റ് ഡ്യൂറേഷൻ ഉള്ളതെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു 60 മിനിറ്റ് കൊണ്ട് ഇവരെങ്ങനെ ഇത് പ്രോപ്പർലി എൻഡ് ചെയ്യിപ്പിക്കുന്നു. എന്നാലും എൻ്റെ മനസ്സ് പറഞ്ഞു എന്ത് തേങ്ങയിലും കാണുമെന്ന്. എന്ത് തേങ്ങയാണോ കാണിച്ചത്. ഇതാണ് തൻ്റെ സ്കോച്ചിൻ്റെ അടുത്ത് നമ്മുടെ ബുച്ചറിൻ്റെ ഡയലോഗ്. ഇതാണ് ഇത് സ്കോച്ചിൻ്റെ അടുത്തല്ല, സ്കോച്ച് ഓഫീസാണ്. എൻ്റെ ബോയ്സ് ഇതല്ല. എൻ്റെ ബോയ്സ് വേറെ. ഭയങ്കര സങ്കടമുണ്ട് ഈ സാധനം. കാരണം ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല സീരീസ് കണ്ടിട്ടുണ്ട്. ഗോട്ട്, ഗെയിം ഓഫ് ത്രോൺസ്, ഗോട്ട്, ബ്രേക്കിംഗ് ബാഡ്, മണി ഹേസ്റ്റ്, എത്ര മറ്റേ നമ്മുടെ സൂപ്പർ നാച്ചുറൽസ്, ഇഷ്ടം പോലെ സീരീസ്, ഇഷ്ടം പോലെ കോമിക്സ് ആണ് എല്ലാം കണ്ടു. പക്ഷെ ബോയ്സ് എൻ്റെ മനസ്സിൽ ബോയ്സ് ക്രിയേറ്റ് ചെയ്ത ഇമ്പാക്റ്റ് ഉണ്ട്. അതാണ് കൊണ്ട് തൊലച്ച് കളഞ്ഞത്. ഒരു ഇത്രയും ഹെവി ആൻറ്റഗോണിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് ഇത്രയും ഹെവി ആൻറ്റഗോണിസ്റ്റിനെ അവസാനത്തെ 2 മിനിറ്റ് കൊണ്ടാണ് താൻ കൊന്നു കളഞ്ഞത്. എടാ, തൻ്റെ സോൾജിയർ ബോയ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കൈ ഇരുന്നിട്ട് അങ്ങനെ കൊണ്ട പെട്ടിക്കകത്ത് അടച്ചു വെച്ചാക്കുക. എന്ത് പറയാനാണോ ഇയാൾ ഇടയ്ക്ക് ഇത്രയും ചെയ്യാൻ പറ്റത്തില്ല. ഇയാൾ കഴിഞ്ഞ ദിവസം ഒരു ഫിനാലയുടെ ഒരു പോസ്റ്റർ ഇറക്കി, നമ്മുടെ കോമിക് ബേസ്ഡ് തന്നെ. അതായത് ബുച്ചർ മറ്റേ കയറി വരുമ്പോൾ സൂപ്പർ സോൾജർ, അതായത് ഫ്ലൈങ് സൂപ്സ് എല്ലാം ഇവിടെ നമ്മുടെ അതിൻ്റെ ഫ്രണ്ടി, എന്താണ് എൻ്റെ പേര് ഞാൻ വിട്ടും പോയി. ആ സാധനത്തിൻ്റെ ഫ്രണ്ടി, നമ്മുടെ പ്രസിഡന്റ് ഇരിക്കുന്ന സാധനത്തിൻ്റെ ഫ്രണ്ടി വന്ന് നിൽക്കുന്ന എല്ലാം കൂടെ. ഇവിടെ എന്തിനാണ് തനിക്ക് ഹൈപ്പ് ഇല്ലെങ്കിൽ വെറുതെ ആൾക്കാർ എന്തിനാണ് ഈ ഹൈപ്പ് കയറ്റുന്നത്? അതും കണ്ടപ്പോൾ ഞാൻ ഓർത്ത് എന്തേലുമൊക്കെ കാണുന്നു. പുള്ളിന് ചിലപ്പോൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണോ, അതായത് ഇതിനകത്ത് അയാൾക്ക് ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കുമ്പോൾ ശരിയാ, അങ്ങനെയൊക്കെ നമ്മൾ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ ഒന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇത്രയും ഹെവി സാധനം ഇറക്കി വെച്ചാക്കുവാണോ എന്ന് അതോർത്ത് നമ്മൾ ത്രില്ലാവുമെന്നൊക്കെ ഓർത്ത് അങ്ങനെ വരെ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു. പക്ഷെ ഇതൊന്നും അല്ല ഈ സീരീസിനകത്തുള്ളത്. ഇവിടെ ഹോംലാൻഡർ ബുച്ചറും ഇത്ര 5 സീരീസ് ഇവരെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് 2 മിനിറ്റ് ഫൈറ്റിന് വേണ്ടിയിട്ട്, അതൊരു ഓഫീസ് സ്പേസിനകത്ത് കിടന്ന ഫൈറ്റ്. എന്ത് തേങ്ങയാണ് ഇതിന് കുറേ ഫാൻസ് തിയറീസ് വന്നായിരുന്നു. ഫിനാലേക്ക് ഫാൻ തിയറീസ് ലീക്കായിരുന്നു. ഇവിടെ എന്ത് ബെറ്റർ ആണ് അതൊക്കെ. എനിക്ക് സങ്കടമുണ്ട്. ഇതല്ല എൻ്റെ ബോയ്സ്, ഇങ്ങനെയല്ല. ബോയ്സ് വാസ് സംതിങ് എൽസ്. ബോയ്സ് എന്ന് പറയാൻ എൻ്റെ മനസ്സിലുള്ള സാധനമുണ്ട്. ഞാനത് 3rd സീസൺ കൊണ്ട് ഞാൻ വിചാരിക്കുക എൻ്റെ ബോയ്സ് 3ാം സീസൺ എൻഡ് ചെയ്തു, ഹോംലാൻഡർ മരിച്ചില്ലെന്ന് ആലോചിക്കുന്നു. ഇതൊരു 2 മിനിറ്റത്തെ ഫൈറ്റും തേങ്ങാ കോര. ആ കിമിഗോനെ കൊണ്ട് ചെസ്റ്റ് ബ്ലാസ്റ്റ് ചെയ്യിപ്പിച്ച് നമ്മുടെ ഹോംലാൻഡർ ഇങ്ങനെയാക്കി. എടാ, ഇതൊന്നുമല്ല ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ബുച്ചർ വിസ് ഹോംലാൻഡർ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു എക്സ്പെക്ടേഷൻ ഉണ്ടെന്നറിയോ. ഇത് കംപ്ലീറ്റ്ലി ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. ഇതല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഈവൻ ബോംബ് സൈറ്റ് കം വിത്ത് നമ്മുടെ സോൾജിയർ ബോയിലുള്ള ഫൈറ്റ് പോലും ഇതിനേക്കാളും ബെറ്റർ ആയിരുന്നു. ഇതിനാണ് ഇങ്ങനെ V1 എടുത്ത് ഇഞ്ചക്ട് ചെയ്ത ഹോംലാൻഡർ. ബുച്ചർ റണ്ണ് എന്ന് പറയാം. അന്നത്തെ അവിടെ തന്നെ ഇത്രയും പേരുണ്ടായിരുന്നു. എല്ലാം കൂടി ഇടിച്ചിട്ട് ഹോംലാൻഡറെ തീർക്കായിരുന്നല്ലോ. ഇതിനു വേണ്ടിയാണ് ഇത്രയും വലിയ ബിൽഡപ്പ് കൊടുത്തത്. അത് എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ഹോംലാൻഡറിൻ്റെ അങ്ങോട്ട്, അതായത് നമ്മുടെ പ്രസിഡന്റ് ഇരിക്കുന്ന അങ്ങോട്ട് ബുച്ചർ എത്തുന്നതാണ്. ഇത്രയും പുട്ടുമല്ല എത്താൻ പറ്റുക. ഇങ്ങേർക്ക് പണ്ടല്ല വോട്ടിലും പോയി ഇവരെ കൊല്ലത്തില്ലായതോ. പിന്നെ ഡീപ്പിനെ കൊന്നത്. അവൻ പണ്ടേ ചാകണ്ടേ. എന്നാൽ പോലും എന്തിനാണ് അവനെയൊക്കെ ഡീപ്പിനെയൊക്കെ ഈ സീസൺ 5ന്റെ സീസൺ 5ന്റെ ലാസ്റ്റ് എപ്പിസോഡ് പോലെ നീട്ടിക്കൊണ്ട് പോയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.
ഇങ്ങനെ കൊല്ലാൻ വേണ്ടി ഞാൻ പണ്ടേ വന്നാൽ പോയി. എന്ത് 2 ഡീപ്പിനെ വെച്ച് ബ്ലാക്ക് നോയറിനെ കൊല്ലുന്നു. എൻ്റെ മോന്, എൻ്റെ പൊന്ന് ക്രിപ്കെ, എനിക്ക് ഒറ്റ അഡ്വൈസ് ആണ്, ഇനി പേന എടുക്കല്ലേ എഴുതാൻ വേണ്ടി. ഇത്രയും പീക്ക് ലെവലിൽ ഇരുന്ന സീരീസിനെ നശിപ്പിച്ച് നാരായണക്കല്ലാക്കി. ഗെയിം ഓഫ് ത്രോൺസിനെ ചെയ്ത പരിപാടി, സ്ട്രേഞ്ചർ തിങ്സിനെ ചെയ്ത പരിപാടി, ഇപ്പം ഇത് ബോയ്സ്, എല്ലാം ഇത് തന്നെ. സ്ട്രേഞ്ചർ തിങ്സ് പിന്നെ 4th സീസൺ പീക്കായിരുന്നു. 3 അതിനകത്ത് എനിക്ക് 5th സീസൺ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 4th സീസണാണ്. ഗംഭീര സാധനമായിരുന്നു. 5th സീസണിൻ്റെ ആദ്യത്തെ 3 എപ്പിസോഡും അടിപൊളിയായിരുന്നു. അവസാനം എന്നാൽ പോലെ ഒരു സേഫ് പരിപാടി ആണെങ്കിൽ പോലും ഓക്കേഷൻ വീതം എനിക്ക് സ്ട്രേഞ്ചർ തിങ്സിൽ നിന്ന് കിട്ടിയിരുന്നു. പക്ഷേ ബോയ്സ് എനിക്ക് ലാസ്റ്റ് സീസണിൽ ആദ്യത്തെ 2 എപ്പിസോഡ് കൊള്ളായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തേങ്ങയില്ല, എന്താണെന്നറിയത്തില്ല. ചുമ്മാ കുറേ ഫില്ലർ എപ്പിസോഡും വെറുതെ. ഇത്രയ്ക്ക് ബഡ്ജറ്റ് ക്ഷാമമാണ്, എന്തിനാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്? മര്യാദയ്ക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് കുറച്ചുകൂടെ ബഡ്ജറ്റായിട്ട് എടുത്താലും കുഴപ്പമില്ല. ഒരു 1, 2, 3 വർഷം. ഈ ആന്റണി സ്റ്റാറൊക്കെ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു, അത് സ്ട്രേഞ്ചർ തിങ്സിനെ കളിയാക്കി. അതായത് അവസാന എപ്പിസോഡ് ആരും മരിക്കണ്ടേ, തേങ്ങേണ്ടേ, മാങ്ങേണ്ട എന്നൊക്കെ ഭയങ്കര ജഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കൊല്ലാൻ വേണ്ടി ആയിരുന്നെങ്കിൽ ഇതിനേക്കാളും വേറെ മരിക്കാതിരിക്കുന്നത് എൻ്റെ പൊന്നെണ്ണ. ഇമാതിരി സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടാ സ്ട്രേഞ്ചർ തിങ്സിനെയൊക്കെ കളിയാക്കുന്നത്. ഇതല്ല ബോയ്സ് ഇങ്ങനെയല്ല. എനിക്കറിയില്ല എന്തിനാണ് ഇങ്ങനെ. ഹോംലാൻഡിനെയൊക്കെ അവസാനം ഒരുമാതിരി ഒരു പട്ടിക്കുഞ്ഞാക്കി കളഞ്ഞു. നിങ്ങൾ വില്ലനെ കൊല്ലുവാണെങ്കിൽ പ്രോപ്പർ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകന് ഇതുകൊണ്ട്. ഇത് പിന്നെ ഇവർ തമ്മിലുള്ള ഫൈറ്റ്, ഓക്കെ, ഓഫീസ് സ്പേസിനകത്ത് കിടന്നുള്ള ഫൈറ്റാണെങ്കിൽ വെച്ചോ. ഇത് കണ്ട് നമ്മളൊന്ന് ത്രില്ലടിച്ച് വരുമ്പോഴത്തേക്കും ഫൈറ്റും തീർന്നു. ഇത്രയ്ക്ക് കോമ്പാക്റ്റ് ഹാൻഡ് ടു ഹാൻഡ് എന്തേലുമൊക്കെ കൊടുക്കുക. ഒരു 2-3 മിനിറ്റിനും കൂടെ കൂട്ടത്തില്ലായിരുന്നു. ഇത് എന്ത് തേങ്ങയാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത്. സങ്കടമുണ്ട്. കാരണം ഇതല്ല ബോയ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ അതേപോലെ സ്ഥാനമുള്ള സീരീസ് ആയിരുന്നു. അത്രയും ഞാൻ ഇഷ്ടപ്പെട്ട ഒരു സീരീസ്. എനിക്ക് അറിയാവുന്ന എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സീരീസാണ് ബോയ്സ്. നീ സീരീസ് കണ്ടില്ലേ, ബോയ്സ് ഒന്ന് കണ്ടു നോക്കുക. ഞാൻ എത്ര പേരോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ ആ ഒരു സാധനത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു ഈ സീരീസ് എൻഡ് ചെയ്തപ്പം. ബുച്ചറിനെ കൊണ്ട കൊന്നാക്കുന്ന രീതി, എനിക്കറിയില്ല. ബുച്ചറിനെയൊക്കെ കൊണ്ട കാണിച്ചത് പുള്ളിയുടെയൊക്കെ ക്യാരക്ടർ ആർക്ക് ഏത് ലെവലിലുള്ളതായിരുന്നു. അങ്ങനെ കൊണ്ട് എൻഡ് ചെയ്താക്കുന്ന രീതി ഹോംലാൻഡറിൻ്റെ കോമഡി പീസാക്കി കളഞ്ഞു. കോമഡി പീസാക്കിയാലും കുഴപ്പമില്ല, ഒരു പ്രോപ്പർ നമ്മൾ ഇത്രയും ബിൽഡപ്പ്, നമുക്ക് ഇത്രയും സീസൺ 1 തൊട്ട് ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് നമുക്ക് തന്നൊരു ബിൽഡപ്പ് ഉണ്ട്. അത് സീസൺ 2ലും ഗംഭീരമായിട്ട് കിട്ടി, സീസൺ 3ൽ അതിനേക്കാളും ഗംഭീരം. ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമുണ്ട്, ബോയ്സ് സീരീസ് നിങ്ങൾ കണ്ടു നോക്കുക. ഓരോ സീസൺ കഴിയുന്നവരും ഇത്രയും പെർഫെക്റ്റ് ആവുന്ന സീരീസ് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു സീരീസിനെ ഞാൻ ഒരിക്കലും ഓർത്തില്ല ഇങ്ങനെ ഒന്ന് കുറ്റം പറയണമെന്ന്. 2 സീസൺ കയ്യിലുണ്ടായിരുന്നു, 2 സീസൺ നശിപ്പിച്ചു കളഞ്ഞു. ഭയങ്കര വിഷമമുണ്ട് ഈ സീരീസിനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയാം. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ പ്രതീക്ഷയല്ല ബോയ്സിനെ കുറിച്ച് ഞാൻ ഒരു ദിവസം ഇരുന്ന് ഇങ്ങനെ പറയുന്നു. എനിക്ക് അറിയാൻ മേലാത്ത വേറെ കാര്യമാണ്, ഈ നെറ്റ്ഫ്ലിക്സിനുള്ള ഒരു പ്രശ്നമെന്ന്. ഇവന്മാർ സീരീസ് എടുക്കും, ക്യാൻസൽ ചെയ്യും. ഈ സെയിം പരിപാടി ഈ ആമസോൺ പ്രൈമിൽ ഇപ്പം എന്താ പറ്റിയത് അറിയില്ല. ഇതിപ്പോൾ ജെൻവി സീസൺ 2 സീസൺ ഇറക്കിയ സാധനമാണ്, അതിപ്പോൾ കൊണ്ട് ഇത് ക്യാൻസൽ ആക്കിയിരുന്നു. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്നതേക്കൊക്കെയാണ് ഇത് ഇറക്കി വിടുന്നത്. ഒരു കഥ ഒരു ലെവൽ വരെ ആക്കിയിട്ട് അതുകൊണ്ട് കട്ട് ചെയ്യും. ജെൻവിക്ക് അത്യാവശ്യം നല്ല ഫാൻസ് ഉള്ള, ബോയ്സിന് എന്ത് ഫാൻസ് ഉള്ള സാധനമായിരുന്നു, അതുകൊണ്ട് നശിപ്പിച്ചു. പോട്ടെ, ഇനിയും വേണ്ട. ജെൻവി നിങ്ങളുടെ ഇമാതിരി പരിപാടി കാണിക്കാനാണെങ്കിൽ വേണ്ട. പക്ഷേ അതേപോലെ ജെൻവിയുടെ കുറേ ക്യാരക്ടേഴ്സ് ഈ സീസൺ 5 കൊണ്ടുവന്നു. എന്ത് പഴം പറിക്കായിരുന്നു എനിക്ക് അറിയാൻ മേലാതെ ചോദിക്കുക. വണ്ടിയെ കയറ്റി കുറേ ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ജെൻവിയുടെ ആൾക്കാരെയൊക്കെ. എനിക്കറിയാം എൻ്റെ പൊന്ന് ക്രിപ്റ്റാണ്. നിങ്ങൾക്ക് വല്ല കഞ്ചാവ് അടിച്ചിട്ടാണ് നിങ്ങൾ അവസാനം സീരീസ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. എപ്പിസോഡുകൾ ഈവൺ ഫാൻസ് പോലും ഇതിനേക്കാളും ഗംഭീരമായിട്ട് ചെയ്തു. വലിയ പ്രൊഡക്ഷൻ ഇവർ ഫാൻസ് ചെയ്തേക്കുന്ന സീരീസ് വെച്ച് വലിയ ബഡ്ജറ്റ് കാര്യങ്ങളൊന്നും വേണ്ട, എന്ത് നല്ല സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഭയങ്കര സങ്കടമുണ്ട്. എനിക്കറിയില്ല, എനിക്ക് പരത്തെറി പറയണമെന്നുണ്ട്. കാരണം അത്രയ്ക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്ത സീരീസാണ് ബോയ്സ്. പക്ഷേ അവർ ചെയ്തു വെച്ചാക്കുന്നത്. ഏതായാലും ബോയ്സ് കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഡ്രീംസ്.